ഹല്ലേലൂയ. യേശുവേ ആരാധന. യെശയ്യാ പ്രവചനം 12-ാം അധ്യായം 3-4 തിരുലിഖിതങ്ങൾ. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആ നാളിൽ ഇങ്ങനെ പറയും, കർത്താവിനെ നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകമെമ്പാടുമുള്ള നമ്മുടെ കുടുംബങ്ങളിലേക്കും കർത്താവ് ഒരു പുതിയ കൃപ തുറക്കുന്ന സമയമാണ് ഈ വചന ശുശ്രൂഷയുടെ മണിക്കൂർ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അട്ടപ്പാടിയിൽ ഇന്ന് ഒരുപാട് പേര് കർത്താവിനെ ആരാധിക്കുകയാണ്. ഈ സമയം ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിലിരുന്ന് ലക്ഷോപലക്ഷം ജനങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ദൈവത്തെ ആരാധിക്കുന്ന സമൂഹത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 24-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തൊക്കെ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. തിരുവനന്തപുരം അനന്തപുരി കൺവെൻഷൻ നടക്കുമ്പോൾ ഇതിൻ്റെ ഒരു സാക്ഷ്യം അച്ഛൻ കേൾക്കുകയുണ്ടായി. ഞാൻ ലീലാമ്മ, തിരുവനന്തപുരം സ്വദേശിയാണ്. കഴിഞ്ഞ അനന്തപുരി കൺവെൻഷനിൽ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് അട്ടായിലച്ചൻ വിളിച്ചു പറഞ്ഞു, ഇവിടെ 3 പേര് ലക്ഷങ്ങളുടെ കടവുമായിട്ട് വളരെ ഭാരപ്പെട്ട് ഇരിക്കുകയാണ്, അത് ഇന്ന് തന്നെ ദൈവം നിവർത്തി ഉണ്ടാക്കുന്നതായി കാണുന്നു എന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ മനസ്സിൽ വന്നത് ഒന്ന് ഞാൻ തന്നെ ആയിരിക്കും. അതായത് വർഷങ്ങളായിട്ട് വിൽക്കാനൊക്കാതെ കിടന്ന ഒരു വസ്തു ഒരുപാട് പ്രയത്നിച്ചിട്ടും പിന്നെ അത് വിൽക്കാൻ ഒക്കാതെ കിടന്നത്, അന്ന് രാത്രി തന്നെ ഒരു ബ്രോക്കർ വിളിച്ചു പറഞ്ഞു, ടീച്ചറെ എല്ലാം ശരിയായി, നാളെ തന്നെ നമുക്ക് അഡ്വാൻസ് ആകും, എല്ലാം സമാധാനത്തോടെ തീരും, ടീച്ചർ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നടന്നു. ഞാനത് സാക്ഷ്യപ്പെടുത്തും എന്ന് ഉറപ്പായി പറഞ്ഞുവെങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ വട്ടായിൽ അച്ഛനെ കാണാൻ അത്തപ്പാടി വരെ എങ്ങനെ പോകും ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുമ്പോഴാണ് വീണ്ടും അനന്തപുരി കൺവെൻഷൻ നടക്കാൻ പോണുവെന്ന വാർത്ത അറിഞ്ഞത്. അതോടുകൂടി എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ആഹ്ലാദവും സന്തോഷവും ഒക്കെ ഉണ്ടായി. അതുപോലെ തന്നെ പാളയം പള്ളിയിൽ വെച്ച് അച്ഛനെ കാണാനിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു ബ്രദർ വന്ന് പറഞ്ഞു, ഇനി ആരെയും കാണാൻ പറ്റത്തില്ല, അച്ഛൻ പള്ളിയിൽ കയറാൻ സമയമായിപ്പോയി. ഞാൻ പറഞ്ഞു, ഞാൻ വെയിൽ കൊണ്ട് കുറേ നേരമായി നിൽക്കുന്നു, അച്ഛൻ എൻ്റെ തലയിൽ കൈ പിടിച്ച് അനുഗ്രഹിച്ചല്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്ന് പറഞ്ഞു. അച്ഛൻ ഉടനെ തന്നെ ഒരു ഗൈ ചെന്ന് പറഞ്ഞതനുസരിച്ച് അച്ഛൻ ഉടനെ തന്നെ എന്നെ വിളിപ്പിച്ചു. അപ്പം ഞാൻ ചെന്ന് കാര്യം പറഞ്ഞു, അച്ഛൻ എനിക്ക് ഒരുപാട് പ്രയാസങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ ഉള്ളതാണ്, അച്ഛൻ എന്നെ കൈവച്ച് അനുഗ്രഹിച്ചേ മതിയാവും. ഞാൻ ഈ അഭിഷേകാഗ്നി പരിപാടി ഞാനും എൻ്റെ മക്കളും സ്ഥിരമായി കാണുന്നവരാണ്. ഈ കൂട്ടത്തിൽ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എൻ്റെ മോള് കാൽമുട്ടിന് വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ മോൾക്ക് ഈ പ്രാർത്ഥനയിലൊന്നും വലിയ ഇതില്ലായിരുന്നു എങ്കിലും ഞാൻ അന്ന് പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യ്, ഈ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്ക്, ഇതിൽ വലിയ അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു. കുറേ നാളായി അവൾ ബെൽറ്റ് വിട്ടും വളരെ വിഷമിച്ച് നടന്നു. അഭിഷേകാഗ്നി പ്രോഗ്രാം 8:30 ഞായറാഴ്ച നടക്കുമ്പോൾ അവൾ പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അതോടുകൂടി ആ എയിൽമെന്റ് വിട്ടുമാറി. കർത്താവിന് സ്തോത്രം. കുട്ടിയുടെ ജീവിതത്തിലും കർത്താവ് ഒരു അത്ഭുതം ചെയ്ത് വിശ്വാസത്തിലേക്ക് കൈപിടിച്ചുയർത്തി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ എളിമപ്പെട്ട് ഈ സമയം യേശുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനോട് ഹൃദയം നുറുങ്ങി അനുതപിച്ചങ്ങോട്ട് പ്രാർത്ഥിക്കാം. അനുതപിക്കുന്ന ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ എപ്പോഴും അവരോട് കൂടെ വസിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്.
എളിമപ്പെടാം. കുറച്ചൊക്കെ അഹങ്കാരം നമുക്കുണ്ട്, കുറച്ചൊക്കെ ധാർഷ്ട്യമുണ്ട്, കുറേ നാളുകളായി ദൈവത്തെ നിഷേധിച്ച് നടന്നതിൻ്റെ ഒരു ചരിത്രമൊക്കെ നമുക്കുണ്ടായിരിക്കാം. എങ്കിലും മക്കളെ, ദൈവത്തിൻ്റെ അരികിലേക്ക് വരുമ്പോൾ ദൈവം നമ്മുടെ ഇന്നലകളൊന്നും കണക്കാക്കുന്നില്ല. ദൈവം ഇപ്പം നീ ഹൃദയം തുറക്കുന്നുവോ അതാണ് നോക്കുന്നത്. ഓരോരുത്തരും എളിമപ്പെട്ട് ഈ ടീമിനോട് ചേർന്ന് ഉറക്കെ പ്രാർത്ഥിക്കണം. രക്ഷകനായ യേശുവേ, രക്ഷകനായ യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. രക്ഷകനായ യേശുവേ, രക്ഷകനായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആകാശം ചായിച്ചിറങ്ങി വരണമേ, ആകാശം ചായിച്ചിറങ്ങി വരണമേ. ആയിരം ആയിരം രഥവ്യൂഹങ്ങളോടെ ആയിരം ആയിരം രഥവ്യൂഹം അവിടുന്ന് ഞങ്ങളെ സന്ദർശിക്കണമേ. അവിടുന്ന് ഞങ്ങളെ സന്ദർശിക്കണമേ. ക്ഷീണങ്ങൾ എടുത്തു മാറ്റണമേ. ക്ഷീണങ്ങൾ എടുത്തു മാറ്റണമേ. കുട്ടികളെ അനുഗ്രഹിക്കണമേ. കുട്ടികളെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഈ അഭിഷേകി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ലക്ഷോപലക്ഷം മക്കളെ ലക്ഷോപലക്ഷ മക്കളെ ഈ സമയം തന്നെ അങ്ങയുടെ പൊൻകരങ്ങൾ കൊണ്ട് അങ്ങയുടെ പൊൻകരങ്ങൾ കൊണ്ട് തൊട്ട് അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവമേ അത്ഭുതങ്ങൾ ചെയ്യണമേ. രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. വേദനിക്കുന്ന ജീവിതങ്ങളിലേക്ക് വരണമേ. ഓരോ സമർപ്പിതരെ അനുഗ്രഹിക്കണമേ. ബഹുമാനപ്പെട്ട വൈദികരെ അനുഗ്രഹിക്കണമേ. സിസ്റ്റേഴ്സിനെ അനുഗ്രഹിക്കണമേ. വിദ്യാർത്ഥിനെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ അനുഗ്രഹിക്കണമേ. വിദേശ രാജ്യങ്ങളിലൂടെ അനുഗ്രഹിക്കണമേ. മിഷൻ പ്രദേശങ്ങളിലൂടെ അനുഗ്രഹിക്കണമേ. ഗ്രാമങ്ങളിലൂടെ അനുഗ്രഹിക്കണമേ. പട്ടണങ്ങളിലൂടെ അനുഗ്രഹിക്കണമേ. യുവതി യുവാക്കന്മാരെ അനുഗ്രഹിക്കണമേ. രോഗികളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അങ്ങ് തൊടുന്ന അനുഭവം ഇപ്പോൾ നൽകണമേ കർത്താവേ. ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ പ്രത്യേകം ചിന്തിച്ചിട്ടുള്ളൊരു മേഖലയുണ്ട്. അനേകരുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹം കൊടുക്കുന്നു, പക്ഷേ അവർ ദൈവത്തെ ഉപേക്ഷിക്കുന്നു. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഓരോ പ്രദേശത്ത് ഓരോ ഇടവകയിൽ ചെല്ലുമ്പോൾ ആ ഇടവകയിൽ ഏറ്റവും കൂടുതൽ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളവർ, ഏറ്റവും കഴിവ് കൊടുത്തവർ, ഏറ്റവും കൂടുതൽ ബുദ്ധി കൊടുത്തവർ, ഏറ്റവും കൂടുതൽ പഠിപ്പ് കൊടുത്തവർ, ഏറ്റവും കൂടുതൽ സാഹിത്യ കലാവാസനകൾ കൊടുത്തവർ, ഏറ്റവും കൂടുതൽ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തിയവർ, അവർ ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവത്തെ ഏറ്റുപറയുന്നതിലും പുറകോട്ട് പോവുകയാണ്. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരു വചനഭാഗമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാമത്തെ അധ്യായം. അവിടെ ലോത്തും അബ്രാഹവും തമ്മിൽ വേർപിരിയാൻ വേണ്ടി സ്ഥലം അവർ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ലോത്ത് സൊദോം ഗൊമോറ താഴ്വര തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അത് സമതല പ്രദേശമായിരുന്നു, അത് ജോർദാൻ്റെ സമതലമായിരുന്നു, നല്ല മണ്ണായിരുന്നു. അതിനെക്കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ വിവരിക്കുന്ന എങ്ങനെയാണ്? അത് കർത്താവിൻ്റെ തോട്ടം പോലെയായിരുന്നു. അത്രയ്ക്കും സമ്പുഷ്ടമായ, ഫലസമ്പുഷ്ടമായ, ഫലസമൃദ്ധി കൊണ്ട് നിറഞ്ഞ ഐശ്വര്യത്തിൻ്റെ ഒരു താഴ്വരയായിരുന്നു സൊദോം ഗൊമോറ താഴ്വര. അത് കർത്താവിൻ്റെ തോട്ടം പോലെയായിരുന്നു. അത്രയ്ക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്ന എങ്ങനെയാണ്? എന്നാൽ സോദോമിലെ ജനങ്ങൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു. സോദോമിലെ ജനങ്ങൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ
മഹാപാപികളുമായിരുന്നു. പ്രിയ ദൈവ പൈതലേ, നിന്റെ ദൈവം നിന്നെ തൊട്ടനുഗ്രഹിച്ച്, നിന്റെ ദൈവം നിന്നെ തൊട്ടനുഗ്രഹിച്ച് ഉയർത്തി. ഇന്ന് കർത്താവിൻ്റെ മുമ്പിൽ നിന്റെ സ്ഥിതി എന്താ? ഒരുപക്ഷെ ആ സോദോം പോലെ നീ കർത്താവിൻ്റെ തോട്ടം പോലെയുള്ള നല്ലൊരു അന്തരീക്ഷത്തിൽ വളർത്തപ്പെട്ടൊരു വ്യക്തിയായിരിക്കാം. ഒരു നല്ല കുടുംബദൈവം നിനക്ക് തന്നിരുന്നൊരു അവസ്ഥയായിരിക്കാം. നിന്നെ ഒത്തിരി കർത്താവിൻ്റെ തോട്ടം പോലെ ആക്കിയ ഒരു അന്തരീക്ഷം ആയിരുന്നിരിക്കാം. എന്നാൽ ഇന്ന് കർത്താവിന് മുമ്പിൽ നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താ? സോദോമിലെ ജനങ്ങൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു. ഞാൻ ഈ ഒരു വചനം വായിച്ചതിന് ശേഷം ഞാൻ ചിന്തിച്ചു നോക്കി, നമ്മുടെ ഇടവകയിലെ സ്ഥിതി, നമ്മുടെ ജനങ്ങളുടെ ഇടയിലെ സ്ഥിതി, നമ്മുടെ കുടുംബങ്ങളിലെ സ്ഥിതി, നമ്മുടെ സമൂഹത്തിലെ സ്ഥിതി, നമ്മുടെ സഭയിലെ സ്ഥിതി ഞാൻ ചിന്തിച്ചു നോക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം കൂടുതൽ അനുഗ്രഹിച്ച് കൂടുതൽ ഫലം പ്രതീക്ഷിച്ച ആളുകൾ നിരവധി പേര് പല വിധത്തിൽ വഴിതെറ്റി കിടക്കുക, പല വിധത്തിൽ വീണു പോവുക, പല വിധത്തിൽ ദൈവനിഷേധികളായി മാറുക, ഇത് നമ്മുടെ ചുറ്റും കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കഴിവ് ഒരു വ്യക്തിക്ക് ലഭിക്കുമ്പം, ഒരു മികവ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുമ്പം അത് തന്നെ അങ്ങനെ ഉണ്ടായെന്ന് വിചാരിക്കരുത്. അത് മോളിൽ നിന്ന് ആലിപ്പഴം വീണ പോലെ എങ്ങനെ വീണ് കിട്ടി എന്ന് വിചാരിക്കരുത്. ഒരുപാട് പ്രതീക്ഷയോടെ ഒരു തോട്ടം നട്ടുപിടിപ്പിക്കുന്ന ഒരു തോട്ടക്കാരൻ എന്നതുപോലെ ദൈവം ഒരുപാട് കണക്കുകൂട്ടി ദൈവം നട്ടു വളർത്തുന്നതാണ് ഈ കഴിവുകളും കൃപകളും അഭിഷേകങ്ങളും മികവുകളും വൈഭവങ്ങളും എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് എനിക്ക് ഉൾക്കാഴ്ച തന്നത് പുറപ്പാടിൻ്റെ ഗ്രന്ഥമാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൽ 30 മുതലുള്ള തിരുലിഖിതങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. മോശ ഇസ്രായേൽ ഭവനത്തോട് പറഞ്ഞു, യൂദാ ഗോത്രത്തിലെ ഹൂറിൻ്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലേലിനെ കർത്താവ് പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. ബസാലേൽ എന്ന് പേരുള്ള ഒരു ദൈവ പൈതൽ, ആ ദൈവ പൈതലിനെ ദൈവം പ്രത്യേകം അങ്ങോട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി തെരഞ്ഞെടുത്തത്? തുടർന്നുള്ള വാക്യം, 31-ാമത്തെ വാക്യം, അവിടുന്ന് അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു, സാമർത്ഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും നൽകി അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക, സ്വർണം, വെള്ളി, ഓട് എന്നിവ കൊണ്ട് പണിയുക, പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തിമിനുക്കുക, തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാത്തരം ശില്പവേലകൾക്കും വേണ്ടിയാണിത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ബസാലേൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് വൈദഗ്ധ്യം നൽകി. സ്വർണ്ണപ്പണിക്കുള്ള വൈദഗ്ധ്യം, രത്നങ്ങൾ ചെത്തിമിനുക്കാനുള്ള വൈദഗ്ധ്യം, കൊത്തുപണിക്കുള്ള വൈദഗ്ധ്യം, ഇങ്ങനെ ഓരോ തരത്തിൽ, വേറൊരു വാക്കി പറഞ്ഞാൽ വൈഭവം നൽകുന്നത് കർത്താവാണ്. ആ വൈഭവം നൽകുന്നതിന് മുമ്പ് കർത്താവ് പ്രത്യേകം തെരഞ്ഞെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മൾ നോക്കിയാൽ അറിയാം, നമുക്ക് ചുറ്റിലും തന്നെ വൈഭവം ഉള്ള ആളുകളുണ്ട്, വൈഭവം ഇല്ലാത്ത ആളുകളുണ്ട്. ചെറിയ കാര്യത്തിന് വലിയ കാര്യം വരെ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഒരു ചായ വെക്കണ കാര്യമാണെങ്കിൽ വൈഭവം ഉള്ള ഒരു ചായ വെക്കണതും വൈഭവം ഇല്ലാത്തൊരു ചായ വെക്കുന്നതും വ്യത്യാസമുണ്ട്. ചിലർ ചായ വെച്ചാൽ ഒരു പ്രത്യേക ഒരു ഫിനിഷിംഗ് ആണ്, എല്ലാ കോമ്പിനേഷൻ കറക്റ്റായിരിക്കും. അത് ആളുകളൊക്കെ പറഞ്ഞിട്ട് കൈപ്പുണ്യം എന്ന് പറയും. ചിലരുടെ പാചകം, ചിലരുടെ കറി, ചിലരുടെ ഭക്ഷണ പദാർത്ഥം എന്തു തന്നെയായാലും അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഫിനിഷിങ്, ഒരു പ്രത്യേക നിറം, ഒരു പ്രത്യേക കോമ്പിനേഷൻ ദൈവം അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കുകയാണ്. Praise the Lord. Hallelujah. അപ്പൊ കൈപുണ്യം, കൈവർക്കത്ത് എന്നൊക്കെ പലരും പറയും. പ്രിയപ്പെട്ട ഇതുപോലെ ഓരോ കാര്യത്തിലും ദൈവം മികവ് നൽകും. വണ്ടി ഓടിക്കുന്നവർക്ക് ചിലർക്ക് വളരെ മികവ്. അന്ന് ഡ്രൈവിങ്ങിൽ എന്ന് പറഞ്ഞാൽ ചിലർ വണ്ടി ഓടിച്ചാൽ ഏതാണ്ട് വാഴക്കൊല വലിച്ച് കയറ്റി വെച്ചിട്ട് ഓടിക്കുന്ന മാതിരി ജനങ്ങളെല്ലാം ഓടിച്ച് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അറിയാം നമുക്ക് നമ്മുടെ സ്ഥിതി. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പിന്നെ ചികിത്സയ്ക്ക് പോകേണ്ട സ്ഥിതിയാണ് ചിലർ ഓടിക്കുന്ന വണ്ടിയെ കയറിയാൽ. എന്നാൽ ചിലർ എന്താ, ആ ഡ്രൈവിങ്ങിന് ഒരു ഫിനിഷിംഗ് ഉണ്ട്. എന്താ, ദൈവം ടച്ച് ചെയ്ത മനുഷ്യനാണത്, ദൈവം അനുഗ്രഹിച്ച മനുഷ്യനാണത്. അതുപോലെ ഓരോ കാര്യം പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഇടയിൽ നല്ല മികവുള്ള, നല്ല ഫിനിഷിങ്, നല്ല ടച്ചുള്ള, ദൈവത്തിന് ടച്ചുള്ള നല്ല അധ്യാപകർ.
പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ സൽസ്വഭാവികൾ, ഭയങ്കര ദൈവത്തിന് അനുഗ്രഹമുള്ള കുട്ടികളെന്ന് പറയാൻ തക്കവണ്ണമുള്ള ചില കുട്ടികളെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരൻ, ഇങ്ങനെ എല്ലാ മണ്ഡലത്തിലും കൃഷിക്കാരുടെ ഇടയിൽ വേറൊരു വാക്യം പറഞ്ഞാൽ ദൈവം ഇങ്ങനെ വൈഭവം കൊടുക്കുകയാണ്. ദൈവം ഇങ്ങനെ നല്ല കലാകാരന്മാർ, നല്ല ചിത്രകാരന്മാർ, നല്ല സാഹിത്യകാരന്മാർ, നല്ല കഥ എഴുതുന്നവർ, നോവൽ എഴുതുന്നവർ, അതുപോലെ തന്നെ ടെക്നിക്കൽ രംഗത്ത് മികവുള്ളവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ദൈവം അങ്ങോട്ട് മികവ്, വൈഭവം പകർന്നു നൽകുകയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഈ വൈഭവം അങ്ങോട്ട് ലഭിച്ചു കഴിയുമ്പോൾ ഞാൻ ഈ രംഗത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നത് വലിയ വലിയ കലാകാരന്മാർ, വലിയ വലിയ സാഹിത്യകാരന്മാർ, അല്ലെങ്കിൽ വലിയ വലിയ ഓരോ രംഗത്ത് മികവുള്ളവർ, പഠിപ്പിൻ്റെ രംഗത്താകട്ടെ, ജോലിയുടെ രംഗത്താകട്ടെ, ഓരോ രംഗത്ത് വലിയ മികവുള്ളവർ അവരുടെ ജീവിതത്തിൽ മദ്യപാനം, ലൈംഗിക അരാജകത്വം, വഴക്ക്, കഠിനമായ വെറുപ്പ്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം ലഭിച്ച പല വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവത്തെ മാറ്റി നിർത്തുന്ന വിധമുള്ള പ്രത്യേക തരത്തിലുള്ള ജീവിത രീതികളിലേക്ക് അവർ വഴുതി പോവുകയാണ്. ഒരുപാട് പേര് നിരീശ്വര ചിന്തകന്മാരായി മാറുന്നു, ഒരുപാട് പേര് ദൈവനിഷേധകരായി മാറുന്നു, ഒരുപാട് പേര് ദേവാലയ കർമ്മങ്ങൾ ഉപേക്ഷിച്ചവരായി മാറുന്നു, ഒരുപാട് പേര് പള്ളിയിൽ പോകാത്തവരാകുന്നു, കുമ്പസാരം ഉപേക്ഷിച്ചവരായി മാറുന്നു, സന്ധ്യാപ്രാർത്ഥന ഇല്ലാത്തവരായി മാറുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് അതിൻ്റെ കാരണമെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ച് വശമായിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം ദൈവം തന്നെ തെരഞ്ഞെടുത്ത് ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു വലിയ വൈഭവം, ഈ ഒരു മികവ് ദൈവം തന്നതാണെന്നും ഇത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണെന്നും ഞാനും നിങ്ങളും ചിന്തിക്കുന്നില്ല. മികവ് ലഭിക്കുന്നവരത് ചിന്തിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം അതിൽ 6-ാമത്തെ തിരുലിഖിതം, മനുഷ്യൻ്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി. മനുഷ്യൻ്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി. ഈ ഒരു കഴിവ് എനിക്ക് ദൈവം നൽകിയപ്പോൾ, ഈ ഒരു മികവ് എനിക്ക് ദൈവം നൽകിയപ്പോൾ എൻ്റെ ഈ ജീവിതത്തിലൂടെ ദൈവം മഹത്വപ്പെടണം, ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തണം എന്ന് കർത്താവ് പദ്ധതിയിട്ടിരുന്നു. വേറൊരു വാക്കി പറഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളൊരു ജീവിതമായി നമ്മുടെ ജീവിതത്തെ കർത്താവ് തെരഞ്ഞെടുത്തു. യെശയ്യായുടെ പുസ്തകം 49-ാം അധ്യായം 3-ാം വാക്യം വചനം പഠിപ്പിക്കുകയാണ്, ഇസ്രായേലേ നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നിൽ മഹത്വം പ്രാപിക്കും എന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മിൽ മഹത്വം പ്രാപിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ദൈവം തൻ്റെ ചൈതന്യം നമ്മളിലേക്ക് നിവേശിപ്പിക്കുന്നു. എന്നാലോ നമ്മളാകട്ടെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അത് കൈപ്പുണ്യമാണ്, അത് അയാളുടെ നോട്ടവാശിയാണ്, സാമർഥ്യമാണ്, മിടുക്കാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കാതെ, ദൈവത്തെ ആരാധിക്കുന്നൊരു ജീവിതത്തിലേക്ക് മടങ്ങാതെ, ദൈവത്തെ സ്നേഹിക്കുന്നൊരു ജീവിതത്തിലേക്ക് മടങ്ങാതെ നാം ദൈവനിഷേധികളും ദൈവത്തെ വിട്ടു നടക്കുന്നവരും താൻ തോന്നികളായി മാറുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 13-ാം വാക്യം വചനം പഠിപ്പിക്കുകയാണ്, സോദോമിലെ ജനങ്ങൾ ദുഷ്ടന്മാരും ദൈവത്തിനു മുമ്പിൽ മഹാപാപികളുമായി മാറി. നെറികേട് കാണിക്കരുത് മക്കളെ, നെറികേട് കാണിക്കരുത്. ഒരുപക്ഷെ ദൈവം നമ്മളെ വളർത്തി വലുതാക്കുമ്പോൾ ഒന്നും ഇല്ലായ്മയിലായിരിക്കും ദൈവം നമ്മളെ വളർത്തി വലുതാക്കിയത്. നാം സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കുക, ദൈവത്തെ നമ്മൾ മറക്കുക, ദൈവത്തിൻ്റെ കാര്യങ്ങൾ മറക്കുക. ചിന്തിച്ചു നോക്കിക്കേ, ഇന്ന് ആരാണ് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പുറകിൽ നിൽക്കുന്നതായി നിങ്ങളുടെ ഇടയിൽ തോന്നുന്നത്? സാധാരണക്കാരും വേദനിക്കുന്നവരും ഒരുപാട് വേദനയോടെ ഓടി ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും വൈകി വരുന്നത് ആര്? ഒരുപാട് വേദനയോടെ കുടുംബാംഗങ്ങൾ ദൈവമേ എന്ന് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും അലസതയോടെ പ്രാർത്ഥിക്കുന്നവർ ആര്? ഒരുപാട് കാര്യങ്ങളിൽ ദൈവത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പണവും സമയവും ചെലവഴിച്ച് ദൈവജനം ഒന്നിച്ച് അധ്വാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അർത്ഥം കണ്ടെത്താതെ തന്നിഷ്ടം അനുസരിച്ച് മദ്യപിക്കാനും ഓരോ ദുർമാർഗങ്ങളിലേക്കും വ്യതിചലിച്ച് പോകുന്ന ആര്? ചിന്തിച്ചു നോക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അനുഗ്രഹിച്ചുയർത്തി, എന്നാൽ പക്വതയില്ലാത്തവർക്ക് ദൈവം നൽകിയ സമൃദ്ധി ദൈവത്തെ മറന്ന് ജീവിക്കുന്നതിനുള്ള വേദിയായി അത് സാത്താൻ രൂപാന്തരപ്പെടുത്തുകയാണ്. ഒരുമിച്ച് പറയാ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യായുടെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ ദൈവം ഒരു വലിയ പദ്ധതിയോടെ ഉയർത്തിയ അസീറിയൻ ചക്രവർത്തിയെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. വൻ വിജയം കിട്ടിക്കഴിഞ്ഞപ്പോൾ അസീറിയൻ ചക്രവർത്തി ഇങ്ങനെ ചിന്തിക്കുകയാണ്. 10-ാം അധ്യായം 13-ാം തിരുലിഖിതം അവൻ പറയുന്നു, എൻ്റെ കരബലവും ജ്ഞാനവും കൊണ്ടാണ് ഞാനിത് ചെയ്തത്. കാരണം എനിക്ക് അറിവുണ്ടായിരുന്നു,
ഞാൻ ജനതകളുടെ അതിർത്തികൾ നീക്കം ചെയ്യുകയും അവരുടെ നിക്ഷേപങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. സിംഹാസനത്തിരിക്കുന്നവരെ ഞാൻ കാളക്കൂറ്റൻ്റെ കരുത്തോടെ താഴെ ഇറക്കി. ഇങ്ങനെ നീ ചക്രവർത്തി അങ്ങനെ അങ്ങോട്ട് അഹംഭവിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സമാപനത്തിൽ ദൈവം അതിനെക്കുറിച്ച് അസസ്മെൻ്റ് നടത്തുന്നുണ്ട്. അതാണ് 10-ാം അധ്യായം, അതിൽ 15-ാമത്തെ വാക്യം. വെട്ടുകാരനോട് കോടാലി വമ്പ് പറയുമോ? അറുക്കുന്നവനോട് വാൾ വീമ്പടിക്കുമോ? ദൈവം പറയുകയാണ്, എൻ്റെ കരവേലയ മനുഷ്യൻ അവനിൽ തന്നെ മഹത്വം കണ്ടെത്തുകയാണ്. അവൻ വീമ്പടിക്കുന്നു, അവൻ ഔദത്യം ഭാവിക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഒരു പ്രത്യാഘാതം വിവരിക്കുന്നുണ്ട്. അതാണ് 18-ാമത് തിരുലിഖിതം. അവൻ്റെ വനത്തിൻ്റെയും വിളവ് നിലങ്ങളുടെയും പ്രാഭവം കർത്താവ് നശിപ്പിക്കും. ആത്മാവും ശരീരവും തന്നെ രോഗിയായ മനുഷ്യൻ ക്ഷയിക്കുന്നത് പോലെ ആയിരിക്കും അത്. അവൻ്റെ വനത്തിൽ അവശേഷിക്കുന്ന വൃക്ഷങ്ങൾ ഒരു കുഞ്ഞിന് എണ്ണാവുന്നത് പോലെ പരിമിതമായിരിക്കും. അതുപോലെ തകർച്ച വരുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുകയാണ്. യെശയ്യായുടെ പുസ്തകം 10-ാം അധ്യായം 33-34 തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സൈന്യങ്ങളുടെ കർത്താവ് വൃക്ഷശാഖകളെ ഭീകരമായ ശക്തിയോടെ മുറിച്ചു തള്ളും, ഉന്നത ശാഖകളെ വെട്ടിവീഴ്ത്തും, ഉയർന്നവയെ നിലം പതിപ്പിക്കും. അവിടുന്ന് വനത്തിലെ നിബിഡ ഭാഗങ്ങളെ കോടാലി കൊണ്ട് വെട്ടിവീഴ്ത്തും. ലെബനോൻ അതിൻ്റെ മഹാവൃക്ഷങ്ങളോടെ നിലം പതിക്കും. എത്ര ഉയർന്ന അവസ്ഥയാകട്ടെ, എത്രമാത്രം ബുദ്ധിമാനാകട്ടെ, എത്ര വലിയ സാഹിത്യകാരനാകട്ടെ, എത്ര വലിയ കലാകാരനാകട്ടെ, നീ നിന്റെ ഉയർച്ചയിൽ നീ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി 10 ആളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് പകരം നീ ദൈവമക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി നിന്റെ ബുദ്ധിയും കഴിവ് ഉപയോഗിച്ചാൽ മഹാവൃക്ഷങ്ങളോടെ നീ നിലം പതിക്കുമെന്ന് തന്നെ ദൈവം തന്റെ വചനത്താൽ മുന്നറിയിപ്പ് നൽകുകയാണ്. നീ ഒരു കാര്യം ഓർക്കണം, ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചപ്പോൾ ഒരാളെ കൂടുതൽ സ്നേഹിച്ച് ലൂസിഫർ എന്ന മാലാഖ ഒരുപാട് വൈഭവങ്ങളോടും ഒരുപാട് താളമേളങ്ങളോടും ഒരുപാട് മികവോടും കൂടെ ലൂസിഫറിനെ ദൈവം അങ്ങോട്ട് സ്നേഹിച്ച് അനുഗ്രഹിച്ച് അവൻ ദൈവത്തോട് മത്സരത്തിലായി. അവനൊരു വൻപാപത്തിന് പിടിയിൽപ്പെട്ടു. എന്തായി അവന്റെ സ്ഥിതി? അവൻ അതപ്പതിച്ച മാലാഖയായി അവൻ പാതാളത്തിൽ നിമതിച്ച് അവൻ പിശാചായി മാറി. പ്രിയ ദൈവവായതരെ സൂക്ഷിക്കണം. നെറികേട് നമ്മെ അതപ്പതിച്ച് അങ്ങേയറ്റം പാതാളത്തിൽ തള്ളു, അങ്ങേയറ്റം അഗാധ ഗർത്തത്തിൽ തള്ളുമെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ നന്നായി ദൈവസന്നിധിക്ക് ഉയർത്തുക. ദൈവം നടത്തിയ വഴികൾ, ദൈവം അനുഗ്രഹിച്ചു കൊണ്ടുവന്നത്. എന്നാൽ ഇന്നോ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്ഥിതി എന്താ? ദൈവത്തിന് മുമ്പിൽ നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി എന്താ? നമ്മുടെ സ്വഭാവം, നമ്മുടെ മനോഭാവം ദൈവത്തിന് മുമ്പിൽ എന്താ? സോദോമിലെ ജനങ്ങളോ ദുഷ്ടന്മാരും ദൈവത്തിന് മുമ്പിൽ മഹാപാപികളുമായി തീർന്നു. ഇതാണ് നമ്മുടെ സ്ഥിതി. നെറുകേടിൻ്റെ ജീവിതമാണോ നമ്മുടെ ജീവിതം? കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, പ്രാർത്ഥനയിൽ നിന്ന് വീണുപോയി കർത്താവേ, ദേവാലയ കർമ്മങ്ങളിൽ നിന്ന് അകന്നുപോയി കർത്താവേ, വിശുദ്ധ ജീവിതത്തിൽ വിട്ടു നടന്നു കർത്താവേ, തന്നിഷ്ടം നടക്കുന്നതിൽ തഴങ്ങിപ്പോയി കർത്താവേ, ഇപ്പോൾ അവിടുത്തെ കൈകൾ വെക്കണമേ. ഒരിക്കൽ കൂടെ വിശുദ്ധ ജീവിതത്തിലേക്ക് കൈകൾ പിടിക്കണമേ. എന്നെ നടത്തണമേ, എന്നെ നോക്കണമേ, എന്നെ വളർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 കരുണ തോന്നണമേ, ദയ തോന്നണമേ, കൃപ തോന്നണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 2-ാം അധ്യായം 17-ാം തിരുലിഖിതം. മനുഷ്യന്റെ അഹങ്കാരത്തിന് അറുതി വരും, ഗർവിഷ്ഠൻ വിനീതനാക്കപ്പെടും. Praise the Lord. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ ഒരു നിമിഷം നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയം എളിമപ്പെടുത്താം. ദൈവമേ, ഞാനൊരു പാവ മനുഷ്യനാണ്. ദൈവമേ, ഞാനൊരു പാവ മനുഷ്യനാണ്, തീരെ നിസ്സാരനാണ്. അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഈ നിലയിലായിരിക്കുകയാണ്. ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ,
വന്നുപോയ അഹങ്കാരത്തിനെല്ലാം മാപ്പ് ചോദിക്കാം. രോഗികൾ രോഗാവസ്ഥയിൽ ഈശോയെ നോക്കി കരഞ്ഞു വിളിക്കണം. അവിടുന്ന് അരികിലേക്ക് വന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? കൈകൾ ഈശോയുടെ പക്കലേക്ക് ഇപ്പോൾ ഉയർത്താം. കുട്ടികളെ, ഇപ്പോൾ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുക. അനേക സിസ്റ്റേഴ്സും വൈദികരും തിരുസഭാ ശുശ്രൂഷകരും ഇപ്പോൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി കരഞ്ഞു വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കുട്ടികളെ അനുഗ്രഹിക്കണമേ, ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, രോഗികളുടെ മേൽ ശക്തി ഒഴുക്കണമേ, തകർന്ന ജീവിതങ്ങളെ പുനരുദ്ധരിക്കണമേ, നാശാവശിഷ്ടങ്ങളെ ഉയർപ്പിക്കണമേ. യേശുവേ, 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 ആരാധന, ആരാധന.